ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ബ്ലൗസൊക്കെ തയ്ക്കണ സമയത്ത് കാര്യം എന്ന് വെച്ചാൽ ഞാൻ സ്റ്റിച്ചിങ് പഠിച്ച് ബ്ലൗസ് വെട്ടാനൊന്നും തയ്ക്കാനൊന്നും ഒന്നും അറിയാൻ വയ്യാത്ത ഒരാളായിരുന്നു. അപ്പം നമ്മൾ ബ്ലൗസ് ആണെങ്കിൽ ഒന്നും ഒന്നും അറിയാൻ വയ്യാത്ത രീതിയിൽ അങ്ങ് വെട്ടി തയ്ച്ചു കൊടുത്തോണ്ടിരുന്ന ഒരാളായിരുന്നു. പക്ഷേ എങ്ങനെയൊക്കെയോ അതൊക്കെ ചിലതൊക്കെ കറക്റ്റാകും, ചിലതൊന്നും കറക്റ്റ് പോലും ഇല്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ അന്നേരമൊക്കെ നമുക്ക് വലിയ കുഴപ്പമില്ലാതൊക്കെ നമ്മൾ തട്ടിയും മുട്ടിയൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. എന്നാലും നമുക്കതല്ലല്ലോ വേണ്ടത്. നമുക്കിപ്പോൾ ഒരു കസ്റ്റമർ അത് നമ്മുടെ പരിചയത്തിലുള്ളവരുടെ ആണെന്നുണ്ടെങ്കിൽ തന്നെ ആയാലും നമുക്ക് ഇപ്പോൾ കൊണ്ട് തരുമ്പോഴാണ് നമ്മളിപ്പം നമ്മുടെ ഒരു ഫ്രണ്ട്സോ എന്തല്ലേ നമ്മുടെ റിലേറ്റീവ്സോ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അതെന്തെങ്കിലും ഒരു ചെറിയ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അന്നേരം അതൊന്ന് എന്തെങ്കിലും അഴിക്കുകയോ എടുക്കുകയോ എന്തെങ്കിലും ചെന്ന് അതങ്ങ് പരിഹരിച്ച് കൊടുക്കും. അതുപോലല്ല നമ്മൾ പുറത്തുള്ളൊരു കസ്റ്റമറുടെ തുണി വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ അളവ് എല്ലാം എടുത്തിട്ട് നമ്മൾ തയ്ച്ചു കൊടുക്കണമല്ലോ. ഒരു കുഴപ്പം വരാത്ത രീതിയിൽ നല്ല പെർഫെക്റ്റായിട്ട് നമ്മൾ തയ്ച്ചു കൊടുക്കണം. അപ്പോൾ അതിന് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ബ്ലൗസിൻ്റെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചല്ല, ബ്ലൗസ് എന്ന് പറയുന്നത് തുണി കട്ട് ചെയ്യുന്നത് തന്നെ എല്ലാം ഒരു കണക്കിലാണ്. അപ്പം അത് നമ്മൾ ആ ഒരു കണക്ക് നമ്മൾ എപ്പോഴും മനസ്സിലാക്കി വെക്കണം. മനസ്സിലാക്കി വെക്കുക എന്ന് വെച്ചാൽ നമ്മളൊന്ന് എഴുതി വെക്കുക. നമുക്കിപ്പോൾ എന്തായാലും ഒരു സ്റ്റിച്ചിങ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ബുക്കൊക്കെ കാണും. അപ്പം നമ്മൾ ആ ബുക്കിലോട്ട് നമ്മൾ കറക്റ്റ് കണക്കുകൾ എഴുതി വെക്കുക. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ടിങ് ബ്ലൗസ് പിന്നെ നമ്മുടെ ചുരിദാറിൻ്റെ ആയാലും കട്ടിങ് ബ്ലൗസ്, പ്രിൻസസ് കട്ട്, അങ്ങനെയൊക്കെയുള്ള ഏത് മോഡൽ ബ്ലൗസ് ആയാലും അളവുകളെല്ലാം ഈ പറയുന്ന രീതിയിലായിരിക്കും വരുന്നത്. അപ്പം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തതേ ഉള്ളൂ. അല്ലാതെ ഏകദേശം ഒരു കാൽക്കുലേഷൻ ചെയ്യുന്നതെല്ലാം ഈ ഒരു രീതിയിലാണ്. അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണും. പുതുതായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടുക കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള ഒരുപാട് വീഡിയോകളൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് അറിയാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഓൾ എന്നുള്ളൊരു ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ കറക്റ്റ് ലെങ്ത് നമ്മൾ മാർക്ക് ചെയ്യുന്ന വെച്ചോ. നമുക്കിപ്പോൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ അപ്പം ബോഡിയിൽ നിന്ന് എടുക്കുന്ന അളവ് ഒരു 16 ഇഞ്ചാണെന്നുണ്ടെങ്കിൽ 16 ഇഞ്ച് വരത്തില്ല, ഒരു 15 ഇഞ്ചാണ് വരുന്നതെങ്കിൽ നമ്മൾ താഴത്തെ ഒരു പടി അടിക്കാൻ ഒരു 1/2 ഇഞ്ച്, മേളത്തെ പടി അടിക്കാൻ ഒരു 1/2 ഇഞ്ച്. അപ്പം നമ്മളൊരു 15 + 1 = 16. ഈ 16 ഇഞ്ചാണ് നമുക്ക് ഒരു ലെങ്ത് എന്ന് പറയുന്നത്. കറക്റ്റ് ലെങ്ത് നമ്മൾ എടുക്കണം. ആ ലെങ്ത് എടുക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ അഭിപ്രായം, കസ്റ്റമറുടെ അഭിപ്രായം എങ്ങനെയാണ്. ചിലർക്ക് കട്ടിങ്ങിന് താഴെ നിർത്തിയെടുക്കും, ചിലർ കട്ടിങ്ങിന് മുകളിൽ നിർത്തിയെടുക്കും. അപ്പം കസ്റ്റമറുടെ അഭിപ്രായം എന്തുവാണോ ലെങ്ത്, ആ ലെങ്ത് +1 ഇഞ്ച് +16 ഇഞ്ച്. അപ്പം അത് മനസ്സിലായല്ലോ. പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളിപ്പോൾ ഒരു ചെസ്റ്റിൻ്റെ അളവ് എടുക്കുകയാണെന്ന് വെച്ചോ. ചെസ്റ്റിൻ്റെ അളവ് ഒരു 30 ഇഞ്ചാണെന്ന് കരുതിക്കും. 30 ഇഞ്ചിൻ്റെ കൂട്ടത്തിൽ പ്ലസ് ഒരു 3 ഇഞ്ചും കൂടെ നമ്മൾ കൂട്ടി വേണം എഴുതേണ്ടത്. അപ്പം 30 ഇഞ്ചിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു 3 ഇഞ്ച്, ഒരു 40-ന് മേലോട്ടാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു 40-ന് മുകളിലോട്ടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഒരു 4 ഇഞ്ചും കൂടെ കൂട്ടി 44 ഇഞ്ച് എടുക്കണം. മനസ്സിലായോ? അപ്പോൾ നമ്മൾ 30 ഇഞ്ച് അളവായിരുന്നെങ്കിൽ 30 തൊട്ട് ഒരു 39 വരെ വരുന്നവർക്ക് ഒരു 3 ഇഞ്ച് നമ്മൾ കൂടുതലെടുത്താൽ മതി. അതിൻ്റെ 33ൻ്റെ ഭാഗം 4. ഇതാണ് നമ്മളിവിടെ, ഈ അളവാണ് നമ്മൾ ടോട്ടൽ ചെസ്റ്റിൻ്റെ 4/1 ഭാഗം കണക്കാക്കുന്നത്. അല്ലാതെ നമ്മൾ 30 ഇഞ്ച് ഭാഗം 4 എടുക്കരുത്. നമ്മൾ ഒരിക്കലും നമ്മുടെ സൈസിനുള്ള അളവ് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര ടൈറ്റായിട്ടിരിക്കും. ആ ഒരു നമ്മുടെ ശരീരത്തിലോട്ട് ഫിറ്റായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു 3 ഇഞ്ചും കൂടെ, 30 ഇഞ്ചുകാരുടെയാണ് ഞാൻ പറയുന്നത്, ഒരു 3 ഇഞ്ചും കൂടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ 30-ൻ്റെ കൂട്ടത്തിൽ 3 ഇഞ്ചും കൂടെ ആഡ് ചെയ്തിട്ട് 33 ഇഞ്ചിൻ്റെ 4/1 ഭാഗമാണ് നമ്മൾ കണക്കാക്കേണ്ടത്. നമുക്ക് ഈ 33ൻ്റെ 4/1 ഭാഗം എന്ന് പറയുന്നത് 8.25, അതായത് 8.25
ആണ് നമ്മുടെ ചെസ്റ്റിൻ്റെ റൗണ്ട്. ഈ 8.25 കൂട്ടത്തിൽ നമ്മൾ തയ്യൽ തുമ്പ് നമ്മളൊരു 1.5 ഇഞ്ചും കൂടെ കണക്കാക്കി എടുക്കണം. ഇത് ഓപ്ഷനിലാണ്. കാര്യം നമ്മൾ 1 ഇഞ്ച് കൂട്ടിയെടുക്കും, പിന്നെ 2 ഇഞ്ച് കൂട്ടിയെടുക്കും, 1.5 ഇഞ്ച് കൂട്ടിയെടുക്കും, 1.25 ഇഞ്ച് കൂട്ടിയെടുക്കും. അതെല്ലാം നമ്മളുടെ ആ ഒരു രീതി വെച്ച്. ഞാൻ എടുക്കുന്നത് വെച്ചാൽ 1.25 ഇഞ്ച് കണക്കാക്കിയാണ് എടുക്കുന്നത്. അപ്പം നമ്മൾ ഇപ്പോൾ മനസ്സിലായല്ലോ, ലെങ്ത് എന്ന് പറയുന്നത് 15 ഇഞ്ചാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ മുകളിലത്തെ തയ്യൽ തുമ്പും ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പും താഴത്തെ തയ്യൽ തുമ്പും കൂടെ ഇട്ട് 16 ഇഞ്ച് നമ്മൾ എടുക്കും. അതായത് 1 ഇഞ്ച് നമ്മൾ കൂട്ടിയെടുക്കും. ചെസ്റ്റിൻ്റെ അളവാണെന്നുണ്ടെങ്കിൽ എത്രയാണോ ചെസ്റ്റിൻ്റെ അളവ്, അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ 30 തൊട്ട് പ്ലസ് 39 വരെ ആണെന്നുണ്ടെങ്കിൽ ഒരു 3 ഇഞ്ചും, 40 തൊട്ട് ഒരു 49 വരെയൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു 4 ഇഞ്ചാണ് കണക്കാക്കേണ്ടത്. നമ്മൾ 3 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് 33 നമുക്ക് ആൻസർ കിട്ടും. ഈ 33ൻ്റെ 4 ഭാഗമാണ് 8.25 നമുക്ക് കിട്ടുന്നത്. ആ 8.25 നമ്മൾ ചെസ്റ്റിൻ്റെ അളവ് മാർക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇടണം. മനസ്സിലായല്ലോ? അടുത്ത അളവെന്ന് പറയുന്നത് നമുക്ക് ഈ 2 അളവ് നമുക്ക് കിട്ടിയല്ലോ. അതുപോലെ തന്നെ നമ്മുടെ താഴത്തെ അളവ് വരുമല്ലോ, ഈ ഇടഭാഗത്തെ, അതായത് നമ്മുടെ ബ്രസ്റ്റിൻ്റെ ഭാഗത്തുള്ള അളവ് ഞാൻ പറയാം. താഴ്ഭാഗത്തെ അളവെന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഏറ്റവും റൗണ്ട് ഭാഗം, ഇപ്പോൾ ഒരു ലാസ്റ്റ് റൗണ്ട് ഒരു പറഞ്ഞ പോലെ നമുക്ക് എന്തായാലും ചെസ്റ്റ് അളവ് ഒരു 30 വരുമ്പോൾ ഒരു നമ്മുടെ ഒരു ലാസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 26 ആയിരിക്കും വരുന്നത്. 26 ആയിരിക്കും വരുമെന്നെല്ലാം പറഞ്ഞത്, ഏകദേശം ഒരു 26, 25 ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ആ കറക്റ്റ് 26ൻ്റെ 4 ഭാഗം എടുത്താൽ മതി. കാരണം നമുക്ക് താഴത്തെ ഭാഗം എന്ന് പറയുന്നത് എന്തുവാണെന്നറിയാമോ, ആ ഒരു കറക്റ്റ് ടൈറ്റായിട്ടിരിക്കണം. മനസ്സിലായോ? ടൈറ്റായിട്ട് ഇരിക്കണം. അപ്പോൾ 26ൻ്റെ 4 ഭാഗമാണ് നമ്മൾ കണക്കാക്കേണ്ടത്. 26ൻ്റെ 4 ഭാഗം എന്ന് പറയുന്നത് 6.5 ആണ്. അപ്പം നമുക്ക് ലാസ്റ്റത്തിൻ്റെ അളവും കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഷോൾഡറാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഷോൾഡറിൻ്റെ അളവെന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ആ ഒരു അളവ് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു കസ്റ്റമർ നമുക്ക് റെഡിമെയ്ഡ് വാങ്ങിച്ച ഒരു ടോപ്പായിരിക്കും കൊണ്ട് തരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ 33 എന്ന് പറയുന്നത് നമ്മൾ 3 ആൾ കസ്റ്റമറിൻ്റെ കറക്റ്റ് അളവിൽ നിന്ന് 3 കൂട്ടിയിട്ട് 33 കിട്ടിയാണ്. നമുക്ക് ഈ 33 ഈ അളവെടുക്കാൻ മാത്രമേ ഇത് ഉപയോഗിക്കത്തുള്ളൂ. മനസ്സിലായോ? നമ്മൾ ആ ഒരു ഷേപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് ഉള്ള ആ ഒരു അളവിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ 33 എടുക്കുന്നത്. നമ്മൾ എപ്പോഴും എല്ലാ കണക്ക് കൂട്ടലിനും നമ്മൾ എടുക്കേണ്ടത് ഈ 30 കറക്റ്റ് അളവ്. ഇപ്പം നമുക്കിപ്പം ഒരു റെഡിമെയ്ഡ് ഡ്രസ്സ് വരുന്ന അതിൻ്റെ ചെസ്റ്റ് അളവ് നമ്മൾ നോക്കിയപ്പം നമുക്ക് 33 കിട്ടുന്നതെങ്കിൽ നമ്മൾ അതിൽ നിന്നൊരു മൈനസ് ചെയ്യണം, 3 മൈനസ് ചെയ്യണം. 3 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അളവ് എത്ര? 30. അതായത് ഏത് ഡ്രസ്സിൻ്റെ ആയാലും നമ്മൾ അങ്ങനെയാണ്. അപ്പം ഒരു XXL ഉള്ള ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 4 ഇഞ്ച് നമ്മൾ മൈനസ് ചെയ്യുക. ഇപ്പോൾ കറക്റ്റ് അളവ് ഇപ്പോൾ ഒരു 44 നമുക്ക് കിട്ടുന്ന, ഒരു XXLൻ്റെ അളവ് നമുക്ക് കിട്ടുന്നതെങ്കിൽ 44 കിട്ടുന്നതെങ്കിൽ അതിൽ നിന്നൊരു 4 ഇഞ്ച് നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അളവ് 40. ഈ 40 അളവാണ് ആ ആളിൻ്റെ കറക്റ്റ് ചെസ്റ്റ് അളവ് എന്ന് പറയുന്നത്. ഈ ചെസ്റ്റ് അളവ് വെച്ചാണ് നമ്മൾ ഈ കാൽക്കുലേഷൻ എല്ലാം നടത്തുന്നത്. മനസ്സിലായല്ലോ? അപ്പം നമുക്ക് ഷോൾഡർ കണ്ടുപിടിക്കുന്നത് ഈ കസ്റ്റമറിൻ്റെ നമ്മൾ കറക്റ്റ് അളവെടുത്താണ് നമ്മൾ ഷോൾഡർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ കണക്ക് ഇങ്ങനെ ഇരിക്കട്ടെ, ഞാൻ വേറൊരു കണക്ക് രീതി കാണിച്ചു തരാം. ഇപ്പം നമ്മുടെ ഷോൾഡറിൻ്റെ അളവെന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം ഒരു 30, ഈ അളവല്ല മനസ്സിലാക്കേണ്ടത്, ഈ അളവാണ്. ഇപ്പം ഞാൻ വേറൊരു എക്സാമ്പിളായിട്ടാണ് നമ്മളിപ്പം കണക്കാക്കുന്നത്. അല്ലേ വേണ്ട, നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ആവണ്ട, ഞാൻ ഈ രീതിയിൽ തന്നെ പറഞ്ഞുതരാം. നമ്മളൊരു 30, നമ്മുടെ ഈ 30 അളവിൻ്റെ കൂട്ടത്തിൽ ഷോൾഡർ കണ്ടുപിടിക്കുന്നത് 30 ഭാഗം, നമ്മൾ ഷോൾഡർ കണ്ടുപിടിക്കുന്നത് 6 കൊണ്ടാണ് നമ്മൾ ഭാഗിക്കുന്നത്.
അപ്പോൾ നമ്മൾ ഷോൾഡർ കണ്ടുപിടിക്കുന്നതിൻ്റെ അളവ് എത്രയാണ്? കറക്റ്റ് ചെസ്റ്റ് അളവിൻ്റെ 6 നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതായത് 30/6 കിട്ടുന്ന ആൻസറാണ് നമുക്ക്, കിട്ടുന്ന അളവാണ് നമുക്ക് എന്ത്? 5. അപ്പം നമ്മുടെ ഷോൾഡറും ഫുള്ള് ഷോൾഡറിൻ്റെ അളവ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന എത്ര? 5. ഈ 5ൻ്റെ കൂട്ടത്തിൽ അതിപ്പോൾ എത്ര അളവാണ്? ഈ 5ന് പകരം 7 കിട്ടുന്നത്, അല്ലെ 9 കിട്ടുന്നത്, അല്ലെ 8 കിട്ടുന്നതെങ്കിലും സാരമില്ലെന്നല്ല, കിട്ടുന്നതെങ്കിലും അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? 1 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് കിട്ടുന്ന അളവ് എത്രയാണ്? 6. ഈ 6 നമ്മൾ എന്തിന്? ഒരു തുണി വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ എടുക്കേണ്ട അളവെന്ന് പറയുന്നത്, ഈ കഴുത്തിൻ്റെയും ഈ ഷോൾഡറിൻ്റെയും അളവെന്ന് പറയുന്നത് നമ്മൾ 6 മാർക്ക് ചെയ്യേണ്ടത്. ഈ 6 മാർക്ക് ചെയ്യുന്നിടത്തുനിന്ന് വേണം നമ്മൾ എന്ത് ചെയ്യണം? താഴോട്ടും ആം ഹോളിനും വേണ്ടി നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. ഈ കഴുത്തിനും ഷോൾഡറിനും കൂടെ നമ്മൾ മാർക്ക് ചെയ്യുന്ന ആ 6 ഇഞ്ച്, ഈ 6 ഇഞ്ച് നമുക്ക് ഇവിടെ കിട്ടി. ഈ 6 ഇഞ്ചിൽ നിന്നും നമ്മൾ ആം ഹോളിന് എടുക്കുന്നത് 6 ഇഞ്ച്. 6.5 എടുത്താലും കുഴപ്പമില്ല, കുറയരുത്. ഒരു അര ഇഞ്ച് കൂടുതൽ എടുത്താലും നമ്മൾ കുഴപ്പമില്ല, എങ്കിൽ നമ്മൾ എടുക്കുക 6 ഇഞ്ച്. അപ്പോൾ ഇത് തെറ്റത്തില്ലല്ലോ. പിന്നെ അടുത്തതായിട്ട് ഈ 6-നകത്തു നിന്ന് നമ്മൾ നമ്മുടെ കഴുത്തകലം അത് കണ്ടുപിടിക്കാം. അതായത് നെക്ക് വിഡ്ത്ത് നമ്മൾ കണ്ടുപിടിക്കുന്നത് നമ്മൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഈ 30/12. അപ്പം നമുക്ക് കിട്ടുന്ന ആൻസർ 2.5. മനസ്സിലായോ? അപ്പം ഷോൾഡർ കണ്ടുപിടിക്കുന്നത്, അതായത് മൊത്തം ഷോൾഡർ കണ്ടുപിടിക്കുന്നത്, ഈ ഷോൾഡറിനകത്ത് നമ്മുടെ കഴുത്തകലം ഉണ്ട്. ഈ കഴുത്തകലം നമ്മൾ മൊത്തം കണ്ടുപിടിക്കുന്നത് നമ്മൾ കിട്ടിയത് 30/6 കൊണ്ട് നമ്മൾ ഭാഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 5. 5ൻ്റെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവർക്കും 1 ഇഞ്ചാണ് ആഡ് ചെയ്യുന്നത്. ആ 1 ഇഞ്ച് കൂടെ കൂട്ടി 6 ഇഞ്ച് നമുക്ക് കിട്ടും. ഇതാണ് ഇത് മൊത്തം നമ്മൾ ഈ എടുക്കുന്ന അളവ്. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് നെക്കിൻ്റെ അളവ് കണ്ടുപിടിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഈ 30ൻ്റെ കൂട്ടത്തിൽ ഈ കറക്റ്റ് ചെസ്റ്റ് അളവേ ഭാഗം എത്ര? 12. 12ൻ്റെ നമുക്ക് കിട്ടുന്നത് 2.5. ഇതാണ് നമ്മുടെ ഇവിടുത്തെ കഴുത്തകലം. നമ്മൾ ഇവിടുന്ന് ഒരു ഡിസൈൻ വല്ലതും കൊടുക്കുക. മനസ്സിലായോ? ഇനി താഴോട്ടുള്ളവർക്കും കസ്റ്റമറുടെ ഇഷ്ടം പോലെ. പിന്നെ നമ്മൾ ചെയ്യേണ്ട നമ്മുടെ ഈ ആം ഹോളിൻ്റെ കർവ്, ഈ ആം ഹോളിൻ്റെ കർവിനും ഉണ്ടൊരു കണക്ക്. നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ കൈയൊക്കെ നമ്മൾ വെട്ടിയെന്ന് വിചാരിച്ചു, നമ്മൾ ചുരിദാർ വെട്ടി, നമുക്ക് കൈയിൻ്റെ അളവ് ആ കൂട്ടത്തിൽ തന്നെ എളുപ്പം വെട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ആം ഹോളിൻ്റെ അളവ് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്താൽ പ്ലസ് 1.5 ഇഞ്ചും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ കൈ വെട്ടിയെടുക്കാം. അങ്ങനെയും ചെയ്യാം. പക്ഷേ ഈ കണക്ക് വെച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ആം ഹോൾ കർവിൻ്റെ കണക്ക് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, എത്ര ആണോ നമ്മളുടെ ചെസ്റ്റിൻ്റെ അളവ് ഭാഗം 4, 30ൻ്റെ 4/1 ഭാഗമാണ് നമ്മൾ നമ്മുടെ ആം ഹോളിൻ്റെ അളവെന്ന് പറയുന്നത്. നമുക്ക് 7.5 ആൻസർ കിട്ടുന്നത്. ഈ 7.5യുടെ കൂട്ടത്തിൽ നമ്മൾ 1/2 ഇഞ്ച് നമ്മൾ മൈനസ് ചെയ്യും. മനസ്സിലായോ? 1/2 ഇഞ്ച് നമ്മൾ മൈനസ് ചെയ്ത് നമുക്ക് 7.25, അതായത് 7.25 ഇഞ്ച് നമുക്ക് ആം ഹോൾ കർവിനായിട്ട് നമുക്ക് എടുക്കാം. അതായത് ആം ഹോൾ കർവ് എന്ന് പറയുന്നത് 7.5 ഇഞ്ച്. ഈ 7.25 ഇഞ്ച് നമ്മളിങ്ങനെ വെട്ടുമല്ലോ,
നമ്മളിപ്പോൾ തുണി ഇങ്ങനെ വെട്ടു, ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യുന്ന അവിടെ നമ്മൾ ഇങ്ങനെ ഒരു ഷേപ്പ് വെട്ടിട്ട് ഇങ്ങനെയല്ലേ നമ്മൾ തുണി കട്ട് ചെയ്യുന്നത്. ഈ അളവാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. 7.25 ഇഞ്ച്. 7.25 ഇഞ്ചിൻ്റെ കൂട്ടത്തിൽ 1.5 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് കൂടെ ആഡ് ചെയ്യണം. 7.25 പ്ലസ് 1.5 ഇഞ്ചും കൂടെ നമ്മൾ തയ്യൽ തുമ്പ്, നമ്മൾ എത്രയാണോ സെയിം അലവൻസ് എടുത്തേക്കുന്നത് അതാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഇനി അടുത്തത് ഇത് നമുക്ക് എളുപ്പം ചെയ്യാവുന്ന ഒരു കാര്യമാണ്. സ്ലീവിൻ്റെ ഷേപ്പ്. സ്ലീവിൻ്റെ ഷേപ്പ് കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ചെസ്റ്റിൻ്റെ അളവ് 30/10, കിട്ടുന്ന അളവ് എത്ര? 3. ഈ 3 ഞാൻ ഈ കാണിക്കുന്ന പോലെ നമ്മളിപ്പം ഇതിങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യും. നമ്മളിപ്പോൾ തുണി എടുത്ത് വെച്ചേക്കോ, ഇതൊരു നല്ലൊരു സ്ക്വയർ പീസ്. നമ്മൾ ഇവിടുത്തെ ഒരു മാർക്കിങ് വേണമല്ലോ, ഇവിടുന്ന് അത് ഈ അറ്റത്തുനിന്ന് ഇങ്ങോട്ടുള്ള അളവാണ് എത്ര? 3. എന്നിട്ട് നമ്മുടെ കൈയുടെ അളവ് ഇങ്ങോട്ട് ഷേപ്പ് ചെയ്തെടുക്കുക. മനസ്സിലായോ? ഈ അളവാണ് 3 ഇഞ്ച്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ഇടുക. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ അത് നിങ്ങൾ കമൻ്റായിട്ട് ഇടുക. കാരണം എന്നെപ്പോലുള്ള ഒരു വ്യക്തി, തയ്യൽ അറിയാൻ വയ്യാത്ത ഒരു വ്യക്തി, ആദ്യമൊക്കെ തയ്ച്ചു കൊടുക്കുന്നത് ഇതുപോലുള്ള കണക്കുകളും കാര്യങ്ങളും ഒന്നും അറിയാൻ വയ്യാതെ ചുമ്മാ ഒരു ബ്ലൗസ് കൊണ്ടുവന്നിട്ട് അതിൻ്റെ അളവെടുത്ത് അങ്ങ് ചെയ്തു കൊടുക്കുന്ന ഒരാളായിരുന്നു. കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ പൊട്ടി എന്ന് പറഞ്ഞുള്ളൊരവസ്ഥയായിരുന്നു എൻ്റെത്. നമ്മൾ പുറത്ത് അങ്ങനെ തയ്ച്ച് കൊടുക്കുന്നതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് വന്നതെല്ലാം ഈ ഒരു കണക്ക് വെച്ച് ഫോളോ ചെയ്ത് പോയിട്ടാണ്. അതിന് മുന്നേ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ വരുമ്പം നമ്മൾ അതനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമായിരുന്നു. ഇനി നമ്മുടെ ബ്ലൗസിൻ്റെ ബ്രസ്റ്റ് ഭാഗത്തെ ഡോട്ട് പോയിൻറ്റും അതിൻ്റെ വിഡ്ത്തും ഒക്കെ കാൽക്കുലേഷൻ ചെയ്യുന്ന ഒരു വീഡിയോ ഉടനെ ഞാൻ ഇടുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും കൺഫ്യൂഷനായി പോകും. അതുകൊണ്ടാണ്. അപ്പോൾ ആ വീഡിയോസ് നിങ്ങൾ കാണുക. അതിനുവേണ്ടി നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പോൾ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരണമല്ലോ. അതിനുവേണ്ടി നിങ്ങളൊരു ഓൾ എന്നുള്ള ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യം ഇപ്പോൾ എല്ലാ കുഞ്ഞുകുട്ടികൾക്കും അറിയാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഞാൻ എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇതെന്തുമായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇതെല്ലാം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്കത് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റൊക്കെ ഇടണം കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ഓക്കെ, ബൈ.